ഭാരതത്തിന്റെ നിയമചരിത്രത്തിൽ സ്വർണമുദ്ര പതിപ്പിച്ച ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജിയാണ് ഫാത്തിമ ബീവി. പത്തനംതിട്ട ജില്ലയിൽ മീര സാഹിബിന്റെയും ഖദീജ ബീവിയുടെയും മകളായി 1927 ഏപ്രിൽ 30 ഫാത്തിമ ബീവിയുടെ ജനനം. ഫാത്തിമ ബീവി ഇന്ത്യൻ നിയമരംഗത്ത് വരച്ചിട്ട പാതകൾ ഇന്നും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി കാണപ്പെടുന്നു. 1950 കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ടായിരുന്നു ഫാത്തിമ ബീവിയുടെ നേട്ടങ്ങളുടെ തുടക്കം. 1989 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി നിയമിതയായി. 1989 മുതൽ 1992 വരെ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 1997 മുതൽ 2001 വരെ തമിഴ്നാട് ഗവർണറായി സേവനമനുഷ്ഠിക്കുകയും ഭരണപരമായ ഉത്തരവാദിത്യം നിറവേറ്റിയതിലൂടെ ഫാത്തിമ ബീവി ജനഹൃദയത്തിൽ ഇടം നേടി. തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത, ലോ കോളേജ് റെക്കോർഡ് പ്രകാരം എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥി, തിരുവിതാംകൂറിലെ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷക, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി, കേരളത്തിലെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ, പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി വനിത, തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ, അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ. ഫാത്തിമ ബീവിയെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയാണ് നീതിപാതയിലെ ധീരവനിത. ഫാത്തിമ ബീവിയുടെ നിയമ വിജയങ്ങൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ഉപയോഗപ്പെട്ടു. വിവിധ നിയമ പരിഷ്കാരങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി. പല വനിതാ അഭിഭാഷകരുടെയും പ്രചോദന സ്രോതസ്സായി ഫാത്തിമ ബീവി മാറി. 2023 നവംബർ 23 ഈ മഹത്തായ ധീരവനിത ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമ ബീവി ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരു അമൂല്യ രത്നമായി ഇന്നും നിലകൊള്ളുന്നു.